നമസ്കാരം. വയനാട് ദുരന്തത്തിൽ വീടും ഉറ്റവരെയും ഉടയവരെയും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്. നിരവധി മരണങ്ങൾ അവിടെ നടന്നു. ഒരുപാട് വീടുകൾ അവിടെ നഷ്ടപ്പെട്ടു. ആ ഒരു അവസ്ഥയിൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ₹1 പോലും ചിലവാക്കാതെ എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും പേർക്കും വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള വ്യക്തമായ പദ്ധതി രേഖ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത് HRDS ആണ്. സർക്കാർ ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. 1, ഗുണഭോക്താക്കളുടെ പട്ടിക കൊടുക്കുക. 2, സ്ഥലം കണ്ടെത്തി കൊടുക്കുക. എന്നാൽ സർക്കാർ ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നീട് നടന്നത് നമ്മളെല്ലാവരും ഊഹിച്ചതുപോലെ അവിടെ വയനാട് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സമയത്ത് എത്തിയത്. വ്യക്തികളും സംഘടനകളും പ്രവാസികളും അടക്കം ഒരുപാട് പേർ സംഭാവന ചെയ്തു. കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത്. 1.5 വർഷങ്ങൾ കഴിഞ്ഞു. അവിടെ ഇതുവരെ അവർക്ക് വാസയോഗ്യമായ വീടൊരുക്കാൻ കഴിഞ്ഞിട്ടില്ല. വയനാട്ടിൽ ആകെ വേണ്ടത് നമുക്കറിയാം 375 വീടുകളാണ്. അതിൽ 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽ കൈമാറിയത്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന വിവരം 40 വീടുകൾ മാത്രമേ വാസയോഗ്യമായിട്ടുള്ളൂ എന്നാണ്. അതായത് പച്ചയ്ക്ക് വലിപ്പിച്ചു കേരളത്തിലെ ജനങ്ങളെ വീണ്ടും. ഇന്ന് പുറത്തു വരുന്ന വാർത്ത അവിടെ 2 വീടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നോർത്ത് നോക്കൂ, അവിടെ സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയെ പോലും പച്ചയ്ക്ക് കബളിപ്പിച്ചിരിക്കുകയല്ലേ ഈ പിണറായി വിജയന്റെ സർക്കാർ. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പിലെ 2 വീടുകളിൽ ആണ് ഈ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. ഫേസ് 1 ഗുണഭോക്താക്കൾക്കുള്ള സോൺ 1-ലെ 2 വീടുകളാണ് ഈ വിള്ളലുകൾ കണ്ടെത്തിയ വീടുകൾ. ചൂരൽമല സ്വദേശി നൗഫലിന് ലഭിച്ച സോൺ 1-ലെ 8-ാം നമ്പർ വീടിൻ്റെ മേൽക്കൂരയിലാണ് വിള്ളലുള്ളത്. നിർമ്മാണ ചുമതലയിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതരെ കണ്ട് നൗഫൽ പരാതി അറിയിച്ചതോടെ മേൽക്കൂരയിൽ ലീക്ക് പ്രൂഫ് നടത്തി. അവർ ലീക്ക് പ്രൂഫ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലും സമാനമായ രീതിയിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ വരെ പ്രതിരോധിക്കാൻ ഉതകുന്ന വീടാണ് നിർമ്മിക്കുന്നതെന്ന സർക്കാരിൻ്റെ വാദം നിലനിൽക്കുമ്പോഴാണ് നിർമ്മാണത്തിന് തൊട്ടു പിന്നാലെ വീടുകൾക്കുള്ളിൽ വിള്ളൽ വീണത്. എന്നാൽ ഉരുൾബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച ഈ ദിനബത്തയുണ്ട്. അവർക്ക് ഒരു മാസം 9,000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതും അവരുടെ ഭക്ഷണ കൂപ്പണുകളും മുടങ്ങിയിട്ടുണ്ട്. മാർച്ചിലെ തുകയും കൂപ്പണും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ദുരന്തബാധിതർ വേദനയോടുകൂടി പറയുന്നത്. ദുരന്തബാധിത കുടുംബത്തിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ വെച്ച് അങ്ങനെ 9,000 രൂപയാണ് അവർക്ക് ദിനബത്തയായി കൊടുക്കുന്നത്. ദുരിതബാധിതരായ കുടുംബത്തിൽപ്പെട്ട 2 പേർക്ക് 300 രൂപ വെച്ച് 9,000 രൂപ, മാസം 9,000 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലും ഈ മാസം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ കൊട്ടിഘോഷിച്ചത് ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വീടുകളാണ് അവിടെ നിർമ്മിക്കുന്നത് എന്നാണ്. താമസമാകാത്ത വീടുകളിലാണ് അവിടെ വിള്ളൽ വീണിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേൽക്കൂരയിൽ വിള്ളൽ ഉണ്ടായെങ്കിൽ ഭാവിയിൽ ആ വീടിൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജനത്തെ ആകെ പച്ചയ്ക്ക് കബളിപ്പിക്കുകയായിരുന്നു ഇയാൾ. കോടിക്കണക്കിന് രൂപയാണ് ഇയാളൊക്കെ ഇതിലൂടെ അഴിമതി നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ 1.5 വർഷമായല്ലോ ഈ വയനാട് ദുരന്തമുണ്ടായിട്ട് 378 പേർക്ക് വീട് നഷ്ടപ്പെട്ടു. ആ 378 പേർക്ക് എന്തുകൊണ്ടാണ് ഇയാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇയാളെ ചോദ്യം ചെയ്യാത്തത്? ഇത്രയധികം കോടിക്കണക്കിന് രൂപ അവിടെ വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ 1 വർഷമായിട്ടും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തത്? നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നെങ്കിൽ ഇവിടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി മാത്രമല്ലല്ലോ, ഇവിടെ എത്രയോ നിർമ്മാണ കമ്പനികളുണ്ട്, അവരെയൊക്കെ ചുമതലകളെ ഏൽപ്പിക്കാമായിരുന്നല്ലോ. ഭാഗിച്ച് കുറച്ച് വീടുകൾ ഓരോരുത്തർക്കായിട്ട് വീതിച്ചു നൽകിയിരുന്നെങ്കിൽ പോലും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നേ തീരുമായിരുന്നു. ഇപ്പോൾ വരുന്ന ഈ സൂചന അനുസരിച്ച് ആ വീടുകളൊന്നും വാസയോഗ്യമാകില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്കുള്ളിൽ ഈ വീടുകളിൽ ചോർച്ചയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ ദുരിതബാധിതർക്ക് അന്ന് ഒരു പ്രാദേശിക കൂട്ടായ്മയുണ്ടായിരുന്നു. ദുരന്തത്തിൽ വീടും കൂടുമൊക്കെ നഷ്ടപ്പെട്ടവർ അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി ഒരു വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചിരുന്നു. ഒന്നല്ല, പല വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചിരുന്നു. അവിടെ പ്രാദേശികരായിട്ടുള്ള അന്തം കമ്മികൾ, ഒരു മനസാക്ഷിയുമില്ലാത്ത അന്തം കമ്മികൾ ആ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറി ചാരന്മാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത്രയും ഒരു 1.5 വർഷമായിട്ടും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാതെ ഇനിയിപ്പോൾ പടിയിറങ്ങി പോവുകയാണ്. ഇനി അതിൻ്റെ ബാധ്യത ആർക്കാണ്? അവിടെ വരുന്ന UDF സർക്കാരിനാണ്. എന്തെങ്കിലും ഉണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ജനങ്ങൾ ഇതെല്ലാം കാണണം. ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഭരണം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഇനി വരുന്ന UDF സർക്കാരാണ് ഇനി അവിടെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. ഇപ്പോൾ സംഭവിച്ച ഈ പാളിച്ച പോലും ഇവർ ഇനി UDF സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്.
ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ആ വീടുകൾക്ക് ഇത്തരത്തിലുള്ള കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ആ വീടുകൾ വാസയോഗ്യമല്ലാതായി തീരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം മേൽക്കൂരയിലാണ് വിള്ളൽ വീണിട്ടുള്ളത്. അത് ലീക്ക് പ്രൂഫൊക്കെ ചെയ്തു എന്ന് കരുതി അതൊരു പരിധി വരെ മാത്രമേ തടഞ്ഞു നിർത്താൻ കഴിയൂ. ശക്തമായ മഴ വരുമ്പോൾ എന്താണ് ആ വീടിന് സംഭവിക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാകും. എന്തായാലും വയനാട് ദുരന്തബാധിതർ അവരൊക്കെ ഇത്രയും ഗതികേടിൽ കിടന്നിട്ട് പോലും അവരോടൊരു മനസ്സാക്ഷി കാണിക്കാതെയാണ് ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി അവിടെ ചെന്നിട്ട് അവിടെ ഇത്രയും വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി എന്ന് പറഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചിട്ട് വന്നത്. ലോകത്ത് ഒരു ഭരണകൂടത്തിനും ഒരു ഭരണകർത്താവിനും സ്വന്തം നാട്ടിലെ ജനങ്ങളോട് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബവും വീട്ടുകാരെയും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയോട് ഇത്തരത്തിൽ കാണിക്കണമെങ്കിൽ അസാമാന്യമായ മനുഷ്യത്വമില്ലായ്മ നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് പിണറായി വിജയനുണ്ട്, അത് അദ്ദേഹം തെളിയിച്ചു.